ഞാൻ കുറച്ചു മുമ്പ് ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിരുന്നത്. അപ്പോഴും നമുക്ക് ശരിക്കും അതിനാവശ്യമായിട്ടുള്ളതൊന്നും അതിനകത്ത് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ ഗ്രോ ബാഗ് ചീത്തയായി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും നശിപ്പിക്കാനുള്ള വഴിയില്ല, കത്തിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് ആണ്. അതിനൊരു പോംവഴി എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ കിട്ടിയത് നമ്മുടെ ഫ്രിഡ്ജിന്റെ കവറാ. ആക്രി കടകളിലൊക്കെ ധാരാളമായിട്ട് ഇരിക്കുന്ന കണ്ടിട്ടാണ് ഫ്രിഡ്ജിന്റെ കവർ ചോദിച്ചു. അങ്ങനെ ഫ്രിഡ്ജിന്റെ കവർ വാങ്ങി. ഇന്ന് ഏകദേശം 10-50ലധികം കവർ എൻ്റെ ടെറസിന് മുകളിലുണ്ട്. ഇതിൽ ഞാൻ കൃഷി ചെയ്യുന്നതിന്റെ പ്രത്യേകത, ഇതിനകത്ത് നമുക്ക് കരിയില, നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ കവറിൽ നിറയ്ക്കാം. നിറച്ച ശേഷം നമുക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറുമായിട്ട് ആദ്യം ഇടുക. പിന്നീട് രണ്ടാമതുള്ള കൃഷി മുതൽ ഞാൻ അത് ചകിരിച്ചോറ് അങ്ങനെ ഉപയോഗിക്കാറില്ല. കരിയില എത്രമാത്രം കരിയില കിട്ടുമോ അത്രമാത്രം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇത് സീറോ കോസ്റ്റ് ആണെന്ന് പറയാം. ഏകദേശം 10 വർഷത്തോളം ഞാൻ കൃഷി ഇവിടെ തുടങ്ങിയിട്ട്. പക്ഷെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതായത് പയർ മാറി കഴിയുമ്പോൾ പാവൽ നടും, പാവൽ മാറി കഴിയുമ്പോൾ വെള്ളരി നടും, പിന്നെ വെള്ളരി മാറി കഴിയുമ്പോൾ ബാക്കി മുളകാണോ കത്തിരിയാണോ വഴുതനയാണോ എന്താണോ അങ്ങനെ ഓരോ പെട്ടിയിലും മാറ്റി മാറ്റി നടും. അതുപോലെ ഇഞ്ചി, മഞ്ഞ എല്ലാം ഇതിനകത്ത് നടുന്നുണ്ട്. പക്ഷെ മാറ്റി മാറ്റി നടുന്നത് കൊണ്ട് തന്നെ നല്ല വിളവ് എനിക്ക് ലഭിക്കുന്നുമുണ്ട്. പിന്നെ ഓരോ വർഷം ലഭ്യതയ്ക്ക് അനുസരിച്ച് കോഴിവളവും ചാണകപ്പൊടിയും ഒക്കെ ഞാൻ അതിൽ കൂടെ കലർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഈ പെട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും അതുപോലെ ഒരു പെട്ടിക്കകത്ത് ഒരു 10 തൈയോളം നമുക്ക് നടാം.